ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഇഞ്ചി കൃഷിയുടെ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇഞ്ചി നട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഗ്രോ ബാഗുകളിലും ചാക്കുകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഇഞ്ചി ഇങ്ങനെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാം ഇങ്ങനെ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട പോട്ടിംഗ് മിക്സ്, നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പോട്ടിംഗ് മിക്സും വളങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇപ്പം നമ്മൾ 2 വരിയായിട്ടാണ് നമ്മൾ ഗ്രോ ബാഗുകളിലും ചാക്കിലുമായിട്ട് ഇഞ്ചി നട്ടിട്ടുള്ളത്. അപ്പം മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് കൊടുക്കേണ്ട വളങ്ങളും പോട്ടിംഗ് മിക്സും എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഗ്രോ ബാഗിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് ഉണങ്ങിയ ഇലകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണുകൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി കൃഷിക്കായാലും ചേമ്പ് പോലുള്ള ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിട്ട് നടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കതിൽ നിന്ന് വിളവ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് സെറ്റ് ആവാതെ ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പം പരമാവധി ചാണകപ്പൊടിയൊക്കെ ഒരുപാട് ഇട്ടിട്ട് നടുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഇഞ്ചി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ ഏകദേശം 2 പീസോളം 2-3 കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് നിലത്ത് വേണമെങ്കിൽ നടാവുന്നതാണ്. നിലത്തൊക്കെ നമ്മൾ നടുമ്പോഴും ഉണങ്ങിയ ഇലകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിക്കൊന്നും നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചിയൊക്കെ പൊടിച്ച് വരുന്നതിനൊപ്പം തന്നെ ഇതിന് കളകളും മറ്റൊക്കെ പൊടിച്ച് തരേണ്ട. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഒന്ന് പുഴുത് മാറ്റി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വളങ്ങളത് നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചി പൊടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മളിതിന് അടുത്ത ലെയർ പോട്ടിംഗ് മിക്സ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് ഗ്രോ ബാഗ് കംപ്ലീറ്റ് ഫില്ലായി നിറയ്ക്കരുത്. അപ്പോൾ അടുത്ത ലെയർ പോട്ടിംഗ് മിക്സായിട്ട് വീണ്ടും നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സാക്കി ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. നല്ല കൊഴുപ്പോടെ തന്നെ അത് വളർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിനുള്ളിൽ ഇപ്പോൾ ഒരു തുമ്പയുടെ തൈ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുഴുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല രീതിക്ക് വീട്ടിൽ ഇഞ്ചി കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അതാ ഞാൻ ഇവിടെ ചാക്കിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് കണ്ടോ, മീതിയും നമ്മളിതുപോലെ ഇങ്ങനെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതെല്ലാം നല്ലവണ്ണം അങ്ങ് പൊടിഞ്ഞ് നല്ല വളമായിട്ട് ചേരും മണ്ണിൽ. അത് മാത്രമല്ല നല്ല രീതിക്ക് നമ്മൾ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഇഞ്ചി നട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണ്ണ് ചൂടാവാതിരിക്കുകയും ചെയ്യും. പ്ലാന്റിന് നല്ല രീതിക്ക് വെയിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിവിടെ പല ഭാഗങ്ങളിലായിട്ടാണ്, വീടിൻ്റെ പല സൈഡിലായിട്ടാണ് ഇതുപോലെ നട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ഇഞ്ചി നമ്മൾ പച്ച ചാണകത്തിലൊന്ന് മുക്കി ഉണക്കാനായിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ഗ്രോത്തോടെ തന്നെ അത് വളർന്ന് വരുന്നതായിരിക്കും, നല്ല കൊഴുപ്പോടെ വളർന്ന് വരും. അപ്പോൾ നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ കൂമ്പൽ കോരിയിട്ട് നടുന്നതായിരിക്കും കൂടുതൽ നല്ല രീതിക്ക് വിളവ് കിട്ടുക. അപ്പോൾ ഇവിടെ എല്ലാം പൊടിച്ച് വരുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് നമ്മുടെ താമരക്കണ്ണൻ എന്ന് പറയുന്ന ടൈപ്പ് ചേമ്പാണ്. നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള ടൈപ്പ് ചേമ്പാണ്. അപ്പോൾ അത് വിത്ത് കിടന്ന് പൊടിച്ച് വന്നതാണ്, നട്ടതല്ല. അതുപോലെ ഇഞ്ചിക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളമെന്ന് പറയുന്നത് പച്ചക്കറിയുടെ വേസ്റ്റും മറ്റൊക്കെ അരിയുന്നതൊക്കെ നമ്മളൊരു എന്തെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് പൊടിഞ്ഞതിന് ശേഷം ഉണങ്ങി പൊടിഞ്ഞ് കമ്പോസ്റ്റാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു ഇഞ്ചിക്കും മറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ നട്ടതെല്ലാം പൊടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളാണ് കൂടുതൽ ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നട്ടെടുക്കാൻ പറ്റിയ ടൈം അതാണ്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് മറ്റുള്ള ഇഞ്ചി നമുക്ക് ഗ്രോ ബാഗുകളിൽ തന്നെ നന്നായിട്ട് നട്ടെടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മണ്ണ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കുമ്മായമൊന്നും ഇട്ടിട്ടല്ല നട്ടിട്ടുള്ളത്. ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണൂടെ മിക്സാക്കി അതിലാണ് നമ്മുടെ ഇഞ്ചി നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഞ്ചി എപ്പോഴും നട്ട് വെക്കുന്ന പ്ലേസ് ശ്രദ്ധിക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് വളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉണങ്ങിയ ഇലകൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉണങ്ങിയ ഇലകൾ നമ്മളിതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല ഗ്രോത്തോടെ തന്നെ നമ്മുടെ പ്ലാന്റ് വളർന്നു വരുന്നതായിരിക്കും. ഇവിടെ ചാക്കിലൊക്കെ ഇഞ്ചി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ട് ഭാഗത്ത് ഞാൻ കണ്ടോ ഇതുപോലെ ഉണങ്ങിയ ഇലകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അതങ്ങ് പൊടിഞ്ഞ് താഴുകയും ചെയ്യും.
ഇപ്പോൾ ഉണങ്ങിയ ഇലകൾ നല്ല വളമാണ്, നല്ല രീതിക്ക് അതങ്ങ് പൊടിഞ്ഞ് ചേരുന്നതനുസരിച്ച് വേര് നല്ല രീതിക്ക് ഓടുകയും ചെയ്യും മണ്ണിൽ. അപ്പോൾ ഇഞ്ചി നടുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സൈഡിലായിട്ട് നട്ട് വെച്ചിരിക്കുന്ന തക്കാളിയിൽ ഇപ്പോൾ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ഒരു വർഷം നമ്മൾ ആ ടൈം ആകുമ്പോൾ അത് വിളവെടുത്തിരിക്കണം. വിളവെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതൊന്ന് റീപോർട്ട് ചെയ്ത് നടുക, എങ്കിൽ മാത്രമേ നമുക്ക് അത് നല്ല വിളവ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് പഴയ ഇഞ്ചി അങ്ങ് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിനുള്ളിലൊക്കെ കണ്ടോ ഇതുപോലെ കുറച്ച് ഇതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പുഴുത് മാറ്റി കൊടുക്കുക. ഒരു 2-3 കഷ്ണം മാത്രം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതിയാവും. അതിൽ നിന്നൊക്കെ ഒരുപാട് ഇഞ്ചി ഇങ്ങനെ പൊടിച്ച് വരുന്നതായിരിക്കും. നമ്മുടെ മണ്ണും അത്യാവശ്യം നല്ല ഇളകിയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഗ്രോ ബാഗ് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വളമാണ് ചാണക സ്ലറി എന്ന് പറയുന്നത്. അതായത് പച്ച ചാണകവും നമ്മൾ കഞ്ഞിവെള്ളം കൂടെ പുളിപ്പിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഇഞ്ചി വളർന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പൊതുവേ ഇഞ്ചിക്കൊക്കെ നമുക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും ഇടാം. പക്ഷേ നമ്മൾ പച്ചക്കറിയുടെയൊക്കെ കമ്പോസ്റ്റ് ആക്കാതെ നമ്മൾ ഡയറക്റ്റ് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് കൊണ്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പോസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മാത്രം ഇഞ്ചിക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വിത്തിനുള്ള ഇഞ്ചി മുളപ്പിക്കുന്ന രീതിയും അത് നടീൽ രീതിയൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ മെയിനായിട്ടും വിത്തിനുള്ള ഇഞ്ചി നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ ഉണങ്ങിയ ചാണകത്തിൽ ഒന്ന് മുക്കി ആ ഇഞ്ചി ഒന്ന് ഉണക്കാനായിട്ട് വെക്കുക. വെയിലത്തിട്ടല്ല, കുറച്ച് ഷെയ്ഡായിട്ടുള്ള ഏരിയയിലിട്ട് ഒന്ന് ഉണക്കുക. അതിനുശേഷം മാത്രം നമ്മൾ നട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടാവശ്യത്തിനും മറ്റൊക്കെ നമുക്ക് ഇഞ്ചി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഗ്രോ ബാഗുകളിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. പൊതുവേ നമ്മുടെ കാലാവസ്ഥ ഇഞ്ചി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്ന് വളർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട്, നല്ല രീതിക്ക് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടിയിൽ ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രോ ബാഗിൽ നടുന്നേക്കാളും കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്ന ചാക്കിലാണ്. കാരണം അതിലാകുമ്പോൾ നല്ല രീതിക്ക് മണ്ണെല്ലാം നമുക്ക് ഒരുപാട് നിറച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇഞ്ചി കൃഷിയിൽ പൊതുവേ കീടശല്യങ്ങളൊന്നും തന്നെ അങ്ങനെ അധികം കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ വലിയ കീടനാശിനി പ്രയോഗം ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു വിളവ് കൂടിയാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെ എല്ലാം നടീൽ രീതി ഏകദേശം ഒരുപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ മണ്ണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സൈഡിൽ പ്രസ് ചെയ്ത് ഈ ഒരു മണ്ണൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിക്ക് റൂട്ടൊക്കെ ഓടിയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇഞ്ചി നട്ടതിൻ്റെ ഇടയിൽ തന്നെ കണ്ട മഞ്ഞളും ഒക്കെ പൊടിച്ച് വരുന്നുണ്ട്. അത് മണ്ണിൽ കിടന്ന് പൊടിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇഞ്ചി നട്ടെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് നട്ടൊക്കെ നോക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇഞ്ചി കൃഷിക്ക് വേണ്ട ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി തന്നെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.